പിന്നെ ഇതാണ് പ്രധാനമായിട്ട് മാനസികമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. മാനസികമായിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. അത് കുറച്ച് കുറവുണ്ട്, വ്യത്യാസമുണ്ട്. ഓക്കെ, നിങ്ങൾ നമ്മുടെ ക്ലാസ് ഡെയിലി അറ്റൻഡ് ചെയ്യാറുണ്ടല്ലേ? ഉണ്ട് ഞാൻ ഉണ്ട്, ഡെയിലി ഉണ്ട്. ഓക്കെ ഓക്കെ. എവിടുന്നായിരുന്നു മാമിന്റെ സ്ഥലം? എവിടെയായിരുന്നു? ഞാൻ കോഴിക്കോടാ. ഓക്കെ. അതുപോലെ നമ്മൾ സിറ്റിംഗിൽ ഇരിക്കുന്നവരും നമ്മുടെ മോർണിംഗ് ക്ലാസ് ഡെയിലി അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. സനിൽ. ശരി എന്നാലും. ഓക്കെ സനിൽ, കേൾക്കുന്നില്ലേ? നമ്മൾ മോർണിംഗ് അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ എന്തൊക്കെയാന്ന് ഷെയർ ചെയ്യോ? കേൾക്കാം. നമ്മളെ മോർണിംഗ് ക്ലാസ്സിൽ വരുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യോ? തീർച്ചയായിട്ടും. ക്ലാസ് എങ്ങനെ യൂസ്ഫുൾ ആകുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും മാഡം. ഞാൻ അതല്ലേ അതിനകത്ത് ചേർന്നത്. നല്ല വ്യത്യാസമുണ്ട് അത് ചേർന്നതിന് ശേഷം. വളരെ നല്ല ക്ലാസ്സുകളാണ് അറ്റൻഡ് ചെയ്തത്. ഓക്കെ, താങ്ക് യു മാഡം. പിന്നെ ആർക്കൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയ നമ്മുടെ മോർണിംഗിൽ ഡെയിലി അറ്റൻഡ് ചെയ്യുന്നവരാണ് നിങ്ങൾ. പുതിയ പേരുണ്ടാവാം. പുതിയ പേരുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ നമ്മുടെ മോർണിംഗിൽ വരുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ്? നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്യോ? അപ്പം കുട്ടികൾക്ക്, മറ്റുള്ളവർക്കൊക്കെ അതൊന്നും കൂടെ യൂസ്ഫുൾ ആയും. എന്ന് മോർണിംഗിൽ അറ്റൻഡ് ചെയ്യാനൊക്കെ അവർക്കൊരു എനർജി കിട്ടും. സുമേഷ്, ഹലോ സുമേഷ്. ഹലോ, ഗുഡ് മോർണിംഗ്. കേൾക്കുന്നില്ലേ? ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാ. ഓക്കെ അല്ലേ? പവർ അല്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഓക്കെ, ഗുഡ് മോർണിംഗ്. ജമീൽ, ലത, സുമേഷ്. ഓക്കെ ഓക്കെ, ഗുഡ് മോർണിംഗ്. നമുക്കപ്പോ ഇന്നത്തെ സെഷൻ തുടങ്ങാം. വലിയൊരു ജേണിയാണ് EFTയുടേത്. വളരെ വലിയ ജേണിയാണ്. അപ്പൊ നിങ്ങളെ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് കൂടെ ഉണ്ടാവുന്നോ അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ ബെനിഫിറ്റ് എനിക്ക് ഉറപ്പുവരാൻ പറ്റും. കാരണം അത് ഒന്നോ രണ്ടോ പേര് എവിടെയും ചെയ്ത് റിസൾട്ട് കിട്ടിയ സാധനമല്ല. ചെയ്ത എല്ലാവർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ സനിൽ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് മുതൽ സെഷൻ നിങ്ങൾ പരമാവധി ആളുകൾ ഒന്ന് വീഡിയോ ഓണാക്കാൻ ശ്രദ്ധിക്കാം. രണ്ടാമത്തേതായിട്ട് പറ്റുമെങ്കിൽ ഒരു ബുക്കും പെന്നും കയ്യിൽ കരുതുക. കാരണം എന്താന്ന് വെച്ചാലല്ലേ, നിങ്ങൾ എത്രത്തോളം സീരിയസ് ആയിട്ടാണ് നിങ്ങളുടെ ലൈഫ് ചേഞ്ച്, ലൈഫിൽ മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ നിൽക്കുന്നത്, അത്ര സീരിയസ്നെസ് ബാക്കിയുള്ളവർ നിങ്ങളോടുള്ള അപ്രോച്ചിലും നിങ്ങളുടെ ലൈഫ് മാറുന്നതിലും ഉണ്ടാവും. അത് എത്രത്തോളം നിങ്ങൾ സീരിയസ് ആണോ അതിനനുസരിച്ചാണ് നിങ്ങൾക്കും റിസൾട്ട് കിട്ടുക. അപ്പോൾ മാക്സിമം ആളുകൾ, നിങ്ങൾ വെറുതെ ടൈം പാസിന് മോർണിംഗ് ഇവിടെ വന്നിരുന്നിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് കുറെ മോർണിംഗ് മീറ്റിങ്ങിൽ ഒരുപാട് ആളുകൾ വന്നിങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരാളായിരുന്നാലും ആക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാനിവിടെ കിടന്ന് സംസാരിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ മാക്സിമം ആളുകൾ വീഡിയോ ഓൺ ആക്കുക. പറ്റാത്തവർ യു ക്യാൻ ജസ്റ്റ് കമന്റ്. നിങ്ങൾക്ക് ചിലവർക്ക് ചിലപ്പോൾ സീരിയസ് ആയിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവും വീഡിയോ ഓൺ ആക്കാൻ പറ്റാത്തത്. അങ്ങനെയുള്ള ആളുകൾക്ക് കാരണങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, കമന്റ് ചെയ്തിടുക. ഓക്കെ, അല്ലാത്തവരെ ഞാൻ പിടിച്ച് റിമൂവ് ചെയ്യേ. ഓക്കെ, സൗണ്ട് പ്രോബ്ലം ഉണ്ട്. ഓക്കെ, ക്ലിയർ സാർ. കേൾക്കുന്നില്ല? കേൾക്കാത്ത ആളുകൾ, വേറെ ആർക്കെങ്കിലും സൗണ്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചെയ്യും. നമ്മുടെ സിസ്റ്റംസ് ഒക്കെ കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ക്യാമറ ഒക്കെ സെറ്റ് തന്നെയാണ്. ആർക്കെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, കൂടുതൽ ആൾക്കുണ്ടെങ്കിൽ, സൗണ്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, സൗണ്ട് പ്രോബ്ലം ഉണ്ട്. ഓക്കെ, ക്ലിയർ സാർ. ആരതോ ഇടക്ക് അൺമ്യൂട്ട് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഞാൻ എല്ലാവരും ഇപ്പൊ മ്യൂട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഓക്കെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം EFTയുടെ കാര്യത്തിൽ, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കിന്റെ കാര്യത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്,
നമ്മുടെ പ്രശ്നങ്ങള്, നമ്മുടെ ഒക്കെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പ്രശ്നം ഉണ്ടാവുമല്ലോ. വെറുതെ ടൈം പാസിന് വേണ്ടിയിട്ടല്ലല്ലോ മോർണിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യുന്നത്. ലൈഫിൽ ആത്മാർത്ഥമായിട്ട്, ചിലപ്പോൾ അസുഖങ്ങളായിരിക്കാം, നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം. നമ്മളെ വന്ന അധികം ആൾക്കാർക്കും മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് അവരുടെ പ്രശ്നം പറഞ്ഞത്. ഈ ബുദ്ധിമുട്ടുകൾ എന്ത് തന്നെയായിരുന്നാലും അതില് മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് നിങ്ങളുടെ ഷെയറബിൾ, പറയാൻ പറ്റുന്ന ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ജസ്റ്റ് എഗൈൻ ആൻഡ് എഗൈൻ കമന്റ് ചെയ്യുക. മൊബൈൽ എടുക്കുക. അധികം ആൾക്കാരും വീഡിയോ ഓൺ ആക്കിയില്ല ഇപ്പോഴും. അങ്ങനത്തെ ആളുകൾ ജസ്റ്റ് മൊബൈൽ എടുത്തിട്ട്, മൊബൈലല്ല അധികം ആൾക്കാരും കാണുന്നത്, ചാറ്റ് ബോക്സിൽ പറയാ എന്തൊക്കെയാണ് നിങ്ങളെ ഇവിടെ എത്തിച്ച കാരണങ്ങൾ, എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് മോർണിംഗിൽ. കാരണം നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലായാൽ മാത്രമേ അതിന്റെ കാരണങ്ങൾ എന്താണ്, റൂട്ട് കോസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ആ റൂട്ട് കോസ് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കിത് എവിടുന്ന് മാറ്റണം എന്നുള്ള ചിന്തകൾ വരുള്ളൂ, എങ്ങനെ മാറ്റണം എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാലല്ലേ, നമ്മൾ ബാക്കിയുള്ളവർ പറയണ കേട്ട് അങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ലൈഫിൽ ഒന്നും നടക്കില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആരോഗ്യകാരണ സംഭവങ്ങളായിരുന്നാലും നമ്മൾ തൽക്കാലം മരുന്നുകൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അപ്പത്തെ സിംറ്റംസ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് തലവേദന വന്നു, നിങ്ങൾക്ക് കഴുത്തിൽ വേദന, നിങ്ങൾക്ക് നെഞ്ചിൽ വേദന. ഈ വേദനകള് കുറച്ചു തരും. ഉറക്കം കിട്ടുന്നില്ല, അന്നേരമൊക്കെ കുറച്ച് സമയം നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കാമാക്കിയിട്ട് ഉറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും മരുന്നുകൾ, അല്ലേ? യെസ് ഓർ നോ? ജസ്റ്റ് കമന്റ് ഡൗൺ യെസ് ഓർ നോ. ഒരു റെസ്പോൺസ് ഇല്ലാത്തവരെ ഞാൻ പിടിച്ച് റിമൂവ് ചെയ്യട്ടോ. എന്തിനാ ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ, മരുന്നുകളുടെ പർപ്പസ് എന്ന് പറഞ്ഞാല് ഇതാണ്. അന്നേരത്തെ ആ സിംറ്റംസ് കുറക്കും, പ്രശ്നങ്ങള് ഒന്ന് കുറച്ചു തരും. അതിൻ്റെ അപ്പുറത്തേക്ക് മരുന്നുകൾക്കോ നമ്മൾ കണ്ടെത്തുന്ന തെറാപ്പീസിനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനപ്പുറത്തേക്ക് നമ്മൾ കടന്നു ചെല്ലണമെങ്കിൽ നമ്മുടെ പ്രശ്നം എന്താണ്, ശരിക്കും എൻ്റെ ബുദ്ധിമുട്ട് ഇപ്പം എന്താണ്, എൻ്റെ ഇപ്പോഴുള്ള പ്രശ്നം എന്താ, അത് നമ്മൾ നോക്കണം. മനസ്സിലേക്കാ നോക്കേണ്ടത് കേട്ടോ, വേറെ എവിടെയല്ല. അധികം ആൾക്കാരോട് പ്രശ്നം എന്താ ചോദിക്കുമ്പോൾ അല്ലേ, എൻ്റെ ഹസ്ബൻഡാണ്, എൻ്റെ വൈഫാണ്, എൻ്റെ സാഹചര്യങ്ങളാണ്, എൻ്റെ ജോലിയാണ്, ഒരു നിര തന്നെ ഉണ്ടാവും. ഇതൊക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കുക. ഒരുപാട് ലിസ്റ്റ് നമുക്ക് പുറത്തേക്ക് എടുക്കാനുണ്ടാവും. എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ കയ്യിൽ ആവശ്യത്തിന് പൈസ വരുന്നില്ല, ജോലി ശരിയാവുന്നില്ല, കല്യാണം ശരിയാവുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട്. ഇതാണോ ഒറിജിനൽ നിങ്ങളുടെ പ്രശ്നം? അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും ഇതില് നമ്മളെക്കാളും വലിയ പ്രശ്നങ്ങള് ലൈഫിൽ, ഇതിലും വലിയ ചലഞ്ചസ് നേരിട്ട് പുഞ്ചിരിയോടെ നേരിടുന്ന, അതിനെയൊക്കെ നേരിട്ട് തോൽപ്പിച്ച ഒരുപാട് ആളുകളുടെ എക്സാമ്പിള് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് തവണ ഷെയർ ചെയ്തിട്ടുണ്ട്. അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുറത്തുള്ള പ്രശ്നങ്ങള്, ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കൺട്രോളിൽ ആയിരിക്കുന്ന പ്രശ്നങ്ങളായിരിക്കില്ല. നിങ്ങളിപ്പോ എൻ്റെ പ്രശ്നം ഇതാണ് എന്ന് പറഞ്ഞൊരു 10 ലിസ്റ്റ് അങ്ങ് എടുത്തു കഴിഞ്ഞാല് ഇതില് ഒരു പ്രശ്നം പോലും നിങ്ങളുടെ കൺട്രോളിലല്ല, നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾ വ്രോങ് റൂട്ടിലാണ്, നിങ്ങൾ ശരിയായ പാതയിലൂടെ അല്ല, നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കാനുള്ള ശരിയായ പാതയിലൂടെ അല്ല നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, തെറ്റായ മാർഗത്തിലൂടെയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില പ്രൈവറ്റ് റോഡുകളൊക്കെ കണ്ടില്ലെങ്കിൽ ഡെഡ് എൻഡ് എന്ന് കാണിക്കും, ഇതിൻ്റെ അപ്പുറത്തേക്ക് റോഡില്ല. അങ്ങനത്തെ ഡെഡ് എൻഡുകളിൽ ചെന്നായിരിക്കും നിങ്ങൾ ചെന്ന് നിൽക്കുക, ലൈഫിൽ മുന്നോട്ട് പോകില്ല. അവിടെ സ്റ്റക്കായി നിങ്ങൾ നിൽക്കും. ആ വന്ന അത്രയും ദൂരം നിങ്ങൾ വീണ്ടും മെയിൻ റോഡിലേക്ക് എത്താൻ പിറകോട്ട് പോരേണ്ടി വരും. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങള്
അത് എന്തായിരുന്നാലും കേട്ടോ, നിങ്ങളുടെ കാര്യങ്ങൾ ഇപ്പൊ ഇരുന്ന്, കുറച്ച് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാനൊന്നും വേണ്ട, ഇപ്പൊ ഇരുന്ന് ആലോചിക്കുക എന്തൊക്കെയാണ് നിങ്ങളുടെ ബുദ്ധിമുട്ട്, പ്രശ്നം. അതിന്റെ കാരണങ്ങള്, മൂലകാരണങ്ങള്, റൂട്ട് കോസ് ആയിട്ട് നമ്മൾ കാണുന്നത്, എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള കാരണം, എൻ്റെ ബുദ്ധിമുട്ടുകൾക്കുള്ള യഥാർത്ഥ കാരണം ഈ സാഹചര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ ഇന്നും കിടക്കുന്നതെങ്കിൽ, നിങ്ങളിപ്പോ ആ ഡെഡ് എൻഡ് റോട്ടിലാണ് കിടക്കുന്നത്. മെയിൻ റോട്ടിലേക്ക് നിങ്ങൾ ഇനിയും തിരിച്ചു വരണം. നാഷണൽ ഹൈവേകൾ ഇവിടെ കിടക്കുമ്പോഴാണ് നിങ്ങൾ ചെറിയ പോക്കറ്റ് റോഡുകളിലൂടെ പോയി ഡെഡ് എൻഡിൽ കിടക്കുന്നത്. ലൈഫിൽ യു ടേണുകൾ എടുക്കണം. യു ടേൺ എടുത്ത് തിരിച്ച് വീണ്ടും നിങ്ങൾ നാഷണൽ ഹൈവേയിലേക്ക് തിരിച്ചു വരണം. ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും, എന്ത് പ്രശ്നമായിരുന്നാലും അതിൻ്റെയൊക്കെ കാരണം, ഉത്തരം എല്ലാം കിടക്കുന്നത് നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ അകത്താണ്. ആ ഒരു ബോധ്യം നിങ്ങളുടെ അകത്തേക്ക് വന്നു കഴിഞ്ഞാല് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്, EFT അടക്കമുള്ള തെറാപ്പീസിലൂടെ നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റും. ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? അപ്പൊ ഫസ്റ്റില് ഇത് അവയർനെസ് എന്നാണ് നമ്മൾ പറയുക, അവബോധം. ഇപ്പൊ സാമ്പത്തിക കാര്യങ്ങൾ എടുത്താല് എന്തൊക്കെ ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല. ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവില്ലേ? നമ്മൾ പുറത്തേക്ക് നോക്കിയ സാമ്പത്തിക മാന്ദ്യമാണ്, ആരുടെ കയ്യിലും പൈസ ഇല്ല, സാമ്പത്തികമായിട്ട് എല്ലാവരും മൊത്തം കൊറോണയുടെ ശേഷം മാന്ദ്യത്തിലേക്ക് പോവുകയാണ്, ആർക്കും ജോലിയില്ല, ഒക്കെ പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ല. പക്ഷെ നിങ്ങൾ നോക്ക്, ഈ കൊറോണ സമയത്ത് തന്നെ ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ കാണിച്ചു തന്നാലും ആ സമയത്തും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാക്കിയവര്, സാമ്പത്തികമായിട്ട് പൈസ ഒരുപാട് ഉന്നതിയിലേക്ക് സാമ്പത്തികപരമായിട്ട് ഉന്നതിയിലേക്ക് പോയ ഒരുപാട് പേരെ എനിക്ക് കാണിച്ചു തരാൻ പറ്റും. ബാക്കിയുള്ള കച്ചവടങ്ങൾ അവസാനിച്ചപ്പം ഓൺലൈനിലെ കച്ചവടങ്ങള് ആ കൊറോണ സമയത്ത് ഒരുപാട് ഉയരത്തിലെത്തി. അത് കഴിഞ്ഞപ്പം അത് കുറച്ച് ഡൗൺ ആയി. മാറ്റങ്ങൾ വരും, സാമ്പത്തികപരമായിട്ടൊക്കെ മാറ്റങ്ങൾ വരും. പക്ഷെ നിങ്ങൾ അതിൽ നെഗറ്റീവിനെയാണോ പോസിറ്റീവിനെയാണോ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പം, ചെറിയ വെല്ലുവിളികൾ വരുമ്പം, ചെറിയ തടസ്സങ്ങൾ വരുമ്പം നിങ്ങൾ അതിനെ ആലോചിച്ചിട്ടാണോ, അതിനെ ഫോക്കസ് ചെയ്തിട്ടാണോ, അതിനെങ്ങനെ നോക്കി സങ്കടപ്പെട്ടാണോ ഇരിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫിൽ വീണ്ടും ആ സങ്കടത്തിന്റെ വൈബ്രേഷൻ ആണ്, ആ സങ്കടത്തിന്റെ എനർജിയാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും പോസിറ്റീവായിട്ട് ലൈഫിൽ ഒന്നുമില്ല എന്ന് പറയുന്നവര് മൊത്തം നെഗറ്റീവാണ് ലൈഫില് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ലൈഫ് സ്റ്റക്കാണ്, എപ്പോഴും സങ്കടാണ്, സാമ്പത്തികപരമായിട്ടും അതേപോലെ തന്നെ റിലേഷൻസ്, ബന്ധങ്ങളിലും എനിക്ക് ആവശ്യത്തിന് കെയർ കിട്ടുന്നില്ല, ഞാൻ അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുത്താലും അതൊന്നും തിരിച്ചു കിട്ടുന്നില്ല, ഹസ്ബൻഡ് എന്നെ കെയർ ചെയ്യുന്നില്ല, ഫ്രണ്ട്സ് ആണെങ്കിൽ അവരും എൻ്റെ ആവശ്യത്തിന് എന്നെ കൂടെ നിൽക്കുന്നില്ല, എനിക്ക് ഒറ്റപ്പെടുന്ന ഫീലിംഗ് ആണ്. ഇങ്ങനെ എന്തൊക്കെ നിങ്ങൾ കാരണങ്ങൾ കണ്ടെത്തിയാലും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാല് നന്ദി എന്ന് നമ്മൾ പറയും. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തവരൊക്കെ തിരിച്ച് ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ 90% പോസിറ്റീവായിരുന്നു, ബാക്കി 10% നെഗറ്റീവ് ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ അതില് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സിന് തോന്നാണ് 90% നെഗറ്റീവാണ്, 10% മാത്രമേ പോസിറ്റീവ് ഉള്ളൂ എന്നുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ. മൊബൈൽ എടുത്ത് വീണ്ടും കമന്റ് ചെയ്യുക, യെസ് ഓർ നോ. ക്ലിയർ അല്ല ഞാൻ പറയുന്നത്? അപ്പം നമ്മൾ നിയന്ത്രിക്കേണ്ടത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ ചിന്തകളെയാണ്. നമുക്ക് പല സാഹചര്യങ്ങളിലും ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇമോഷൻസിന്റെ തള്ളിച്ച വരുന്നു, ഇമോഷൻസ് നമ്മളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു.
ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ഫീലിംഗ് വന്നു കഴിഞ്ഞാല് നമുക്ക് നല്ല ഹെൽത്തി ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ഒരു സ്റ്റാൻഡിൽ നിൽക്കാൻ പറ്റില്ല. എപ്പോഴും നമുക്ക് റിലേഷൻസിൽ പേടിയായിരിക്കും, എന്നെ അവർ ഇട്ടിട്ട് പോവോ, ഞാൻ ഒറ്റപ്പെട്ടു പോവോ എന്നുള്ളത്. ഇതൊക്കെ ശരിക്കില്ല, ഇതിനെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് ഇവരെ സയൻസിന്റെ ഭാഷയിൽ വിളിക്കുക. നമ്മുടെ ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലും ട്രോമകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒക്കെയാണ് ഇത് വരിക. അപ്പൊ അത് നമുക്ക് കൂടുതലായിട്ട് വേറൊരു സെഷനിൽ പറയാം. ഈ ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവരും എന്നെ ഇട്ടിട്ട് പോവോ, ഒറ്റപ്പെടുമോ എന്നുള്ള പേടി അധികമായിട്ടുണ്ടായാല് നമുക്ക് ഒരിക്കലും നമ്മുടെ സ്റ്റാൻഡ് തിന്നാണ്ട് ഹെൽത്തി റിലേഷൻസ്, ഭംഗിയായിട്ട് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല. നമ്മളെപ്പോഴും പേടിച്ചുകൊണ്ടിരിക്കും, എങ്ങാനും ഞാൻ എന്തെങ്കിലുമൊക്കെ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ പോലും, എൻ്റെ ഇമോഷൻസ് പറഞ്ഞാൽ പോലും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നുള്ളത്. നമ്മുടെ ഇമോഷൻസിന്, നമ്മുടെ വേദനകൾക്ക് നമ്മളപ്പോൾ വില കൊടുക്കാതെ വരും. ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. അപ്പം നമ്മുടെ വികാരങ്ങളെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ, നമ്മുടെ ഇമോഷൻസിന് ഔട്ട് ബ്രേക്കുകളൊന്നും നമ്മളുടെ കയ്യിലല്ല, അത് ഓട്ടോമാറ്റിക്കലി നടന്നുകൊണ്ടിരുന്നാല് ലൈഫിന്റെ കൺട്രോള് നമ്മുടെ കയ്യിലാവില്ല. സാമ്പത്തികപരമായിട്ടായിരുന്നാലും എന്ത് കാര്യങ്ങളിലായിരുന്നാലും അത് ഓട്ടോമാറ്റിക്കലി നടന്നുകൊണ്ടിരിക്കും. കാരണം എന്താണ്? നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങളിലാണ്, സാഹചര്യങ്ങളിലാണ്. നമ്മുടെ അകത്തളത്തില് എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ നോക്കിക്കണ്ട് നമ്മൾ ആദ്യം പരിഹരിച്ചില്ല, അതിൻ്റെ ബാക്കി പത്രമാണ് ഈ സംഭവിക്കുന്നതൊക്കെ. ക്ലിയർ അല്ല ഞാൻ പറയുന്നത്? ഇപ്പൊ കുറെ പേര് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞത് ക്ലിയർ ആയില്ല ഞാൻ വിചാരിക്കുന്നു. ഇമോഷൻസ് ആണ് പ്രശ്നം, നമ്മുടെ വികാരങ്ങളാണ്. നമ്മുടെ വികാരങ്ങൾ നമ്മുടെ കയ്യിൽ നമുക്ക് ആവശ്യത്തിന് നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിന് പ്രവർത്തിക്കും. ബ്രെയിൻ്റെ ഒരു മെക്കാനിസം ഞാൻ സ്ഥിരം പറയാറുണ്ട്, നിങ്ങളുടെ ലൈഫിൽ അത് ഓർത്ത് നോക്കുക. പേടി, കൊതി, പെയിന്, പ്ലഷർ. പേടി അതേപോലെ തന്നെ കൊതിപ്പിക്കല്, ഈ രണ്ട് സംഭവങ്ങളാണ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ബ്രെയിനിന് അറിയുള്ളൂ. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പം നമ്മൾ പേടിക്കുന്നു. അതേപോലെ തന്നെ ചില സംഭവങ്ങൾ നമുക്ക് പ്ലഷർ, പെട്ടെന്ന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്ലഷർ എന്ന് പറഞ്ഞാൽ ഒറിജിനലി നിങ്ങൾക്കിപ്പോൾ ഒരുപാട് നമുക്ക് പെട്ടെന്ന് ഒരു സന്തോഷം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അത് നമ്മൾ ചിന്തിച്ചോ അങ്ങനെയൊന്നും ആവില്ല ചെയ്യുന്നത്. അങ്ങനത്തെ സംഭവങ്ങളാണ് പ്ലഷർ എന്ന് നമ്മൾ പറയാം. ഹാപ്പിനെസ് അല്ല പ്ലഷർ. പ്ലഷർ പെട്ടെന്ന് നിങ്ങൾക്ക് സങ്കടം വന്നു, സങ്കടം മാറ്റാൻ വേണ്ടി നിങ്ങൾ ഇരുന്ന് വീണ്ടും വീണ്ടും ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ ചില ആളുകൾ ചെന്ന് ഡ്രഗ്സ് ഉപയോഗിക്കുന്നു, മദ്യം ഉപയോഗിക്കുന്നു. ഇതൊക്കെ എന്താണ്? പ്ലഷർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുകൊണ്ട് ഒരിക്കലും ഹാപ്പിനെസ്, ശരിയായിട്ടുള്ള സന്തോഷം കിട്ടില്ല. തൽക്കാലം ഒരു പ്ലഷർ കിട്ടും. ഇതിനാണ് നമ്മൾ പ്ലഷർ എന്ന് വിളിക്കുന്നത്. ഈ പ്ലഷർ നിങ്ങൾ തേടിപ്പോയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കൂടെ എന്ത് വരും? പെയിന് വരും, ഒരുപാട് വേദനകൾ അതിൻ്റെ ഭാഗമായിട്ട് വരും. ലൈഫിൽ റിച്ച് ആവാൻ നല്ലൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സിസ്റ്റത്തിൽ നിന്നും, പെയിൻ പ്ലഷർ സിസ്റ്റത്തിൽ നിന്നും മാറി ശരിക്കുള്ള ഹാപ്പിനെസ്സിലേക്ക്, അത് മനുഷ്യന് മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഈ ശരിക്കുള്ള ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ള ജീവജാലങ്ങളെയും മൃഗങ്ങളെയൊക്കെ എടുത്തു നോക്കുക. അവർ ജീവിക്കുന്നത് ഈ പെയിൻ പ്ലഷർ സൈക്കിളിന്റെ ഭാഗമായിട്ടാണ്. ഓട്ടോമാറ്റിക്കലി അവരെങ്ങനെ ജീവിച്ചു പോകുന്നു. നമ്മൾ ഇതിൽ നിന്നും പുറത്ത് കടന്നില്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതേപോലെ ആയിപ്പോവും നമ്മുടെ ലൈഫും. ശരിയായിട്ടുള്ള ഒരു സന്തോഷം, ഹാപ്പിനെസ്സിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇമോഷൻസിനെ നമ്മുടെ കയ്യിൽ ഇതേപോലെ പിടിച്ചു കൊണ്ടെടുക്കാൻ പറ്റുക എന്നുള്ളത്. ബാക്കിയുള്ള സാഹചര്യങ്ങൾ എന്തും ആയിക്കോട്ടെ, ഫ്രണ്ട്സ് എന്തും പറഞ്ഞോട്ടെ, നമ്മുടെ ബാക്കിയുള്ള റിലേറ്റീവ്സ് ആരോ എന്ത് പറഞ്ഞാലും അതിനെ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ വിട എന്ന് പഴമക്കാർ പറയും. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക്, എന്ത് സംഭവിച്ചാലും
ഞാൻ ഹാപ്പി ആയിരിക്കും. ആ ഹാപ്പിനെസ് എൻ്റെ അകത്തുണ്ടായിരിക്കും. പ്രശ്നങ്ങളും ചെറിയ ഇമോഷൻസ് ഒക്കെ മാറി വരും. അതും നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തും. നമുക്ക് വേദനിപ്പിക്കുന്ന ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും. EFT-യിലൂടെ, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കിലൂടെ കുറച്ച് നേരത്തെ കിട്ടിയാൽ ഓക്കെ, ലിങ്ക് കുറച്ച് നേരത്തെ കിട്ടിയാൽ ഉപകാരമായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ സെൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ നദീറ. ഈ ഇമോഷൻസിനെ നമ്മുടെ ചിന്തകളിൽ നിന്നും പതുക്കെ പതുക്കെ നമ്മൾ ഒഴിവാക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഹാപ്പി മൈൻഡ് സെറ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്കപ്പോൾ ഷോർട്ട് മെഡിറ്റേഷൻ ചെയ്യാം. എന്ന് നമ്മൾ മോർണിംഗ് ചെയ്യാറില്ല. നമ്മുടെ ഇമോഷൻസിനെ പതുക്കെ, ഒറ്റയടിക്ക് സാധിക്കില്ല കേട്ടോ. ഒരു ദിവസം നിങ്ങൾ മോർണിംഗ് അറ്റൻഡ് ചെയ്തു, ഒരാഴ്ച അറ്റൻഡ് ചെയ്താലും ചിലപ്പം നിങ്ങളുടെ ഇമോഷൻസ് അതേപോലെ ഉണ്ടായേക്കാം. കാരണം ഇതിനൊക്കെ വേരുകൾ അങ്ങ് പാതാളത്തിലേക്കുള്ള വേരുകൾ ഉണ്ടാവും പലതിനും, അല്ലേ? നമ്മുടെ പ്രശ്നങ്ങൾക്ക് ചിലതിനില്ലേ? നമ്മുടെ പ്രശ്നങ്ങൾക്ക് കമന്റ് പാതാളത്തിലേക്ക് വേരുകളുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ വേരുകളൊക്കെ തോണ്ടി തോണ്ടി എടുത്ത് ഒഴിവാക്കണം. അല്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ മരം മുറിച്ച് മേലെ മുറിച്ച് ഒഴിവാക്കിയാലേ എന്ത് സംഭവിക്കും? അടിയിൽ വേരുകൾ പിന്നെയും കിടക്കില്ലേ? ആ വേരുകൾ വീണ്ടും ചീഞ്ഞളിഞ്ഞ് അതിൽ നിന്ന് പ്രശ്നങ്ങൾ വരില്ലേ? കറക്റ്റ് മാറ്റണമെങ്കിൽ ആ റൂട്ടുകൾ മൊത്തം പീതെറിഞ്ഞ് കളച്ച് മറിച്ച് അത് ഒഴിവാക്കണം. എന്നിട്ട് അവിടെ നമുക്ക് എന്താണോ വേണ്ടത് പുതിയത് നടണം. അതല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഉപകാരം കിട്ടില്ല. ഓക്കെ, നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയുള്ള ക്യുക്ക് ഡീപ്പ്, കുറച്ച് ഡീപ്പർ ആയിരിക്കും, എന്നാലും ക്യുക്ക് മെഡിറ്റേഷൻ ആയിരിക്കും. ഓക്കെ, ആർ യു റെഡി? ജസ്റ്റ് കമന്റ് ആർ ഇഫ് യു ആർ റെഡി. അപ്പം അവയർനെസ് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ വേറൊന്നുമല്ല, നമ്മുടെ ഇമോഷൻസ് ആണ്. അത് മാറിക്കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രീക്വൻസി മാറിക്കഴിഞ്ഞാൽ, നമ്മുടെ ചിന്തകൾ മാറിക്കഴിഞ്ഞാൽ, അതുമായിട്ടുള്ള ഇമോഷൻസ് മാറിക്കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ടുള്ള അവസരങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നു വരും. അത് പുതുതായിട്ട് തുറക്കുന്നല്ല കേട്ടോ, ഇന്നലെയും മിനിയാന്നും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് കാണാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല നമ്മൾ, അല്ലേ? നമ്മളൊന്ന് ടെൻഷൻ അടിച്ചാണ്ടാണ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നതെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മിസ് ചെയ്യില്ലേ? പുറത്തുള്ള ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു റിച്ച് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ, അതേപോലെ തന്നെ ഒരു ഹെൽത്തി മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും മിസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം നമ്മുടെ മാനസികാവസ്ഥ അങ്ങനെ ആയിരുന്നു ഇന്നലെ എന്നുള്ളതാണ്. അതിൽ മാറ്റം വരുത്തിയാൽ ഓട്ടോമാറ്റിക്കലി നമ്മളത് കാണും, അവസരങ്ങൾ കാണും. ഒരു വാതിൽ അടയുമ്പം 9 വാതിൽ തുറക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്നത് വെറുതെ അല്ല. ഒരുപാട് അവസരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ നമ്മുടെ മാനസികാവസ്ഥയിലെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മളത് കാണുന്നില്ല. ഈ അടഞ്ഞ വാതിൽ നോക്കിയിരുന്നുകൊണ്ട് ബാക്കിയുള്ള വാതിലുകളെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. ഓക്കെ, നമുക്കപ്പോ മെഡിറ്റേഷനിലേക്ക് കടക്കാം. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ വികാരങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്തത് കൊണ്ട്, വേറെ ആരൊക്കെയാ നമ്മുടെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് കൊണ്ട്, നമ്മുടെ ഇമോഷൻസ് നമ്മുടെ കയ്യിലല്ല. ഇതാണ് പ്രശ്നമായിട്ട് വരുന്നത്. അപ്പൊ ഇതിനെ എഫക്റ്റീവായിട്ട് എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്, ശരിക്കും ഒരു ക്യുക്ക്, അത് ചെയ്തവർക്ക് അറിയാം. ഇതില് സിറ്റിംഗ് ഇരുന്ന ആളുകളുടെ ക്യുക്കായിട്ടുള്ള റിലീഫാണ് നമുക്ക് കിട്ടുന്നത്. അത് കറക്റ്റ് അതിന്റെ മെത്തേഡ്സ് ഫോളോ ചെയ്യുമ്പോൾ വളരെ ക്യുക്ക് റിലീഫാണ്. ഓക്കെ, മെഡിറ്റേഷൻ ചെയ്തില്ല എല്ലാവരും? അതിന് വന്നില്ലേ? ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? ഞാൻ കുറച്ചിരി കഴിഞ്ഞിട്ട് മ്യൂട്ട് ചെയ്യാം. അതിനു മുമ്പ് 1-2 പോയിന്റ്സും കൂടി ഞാൻ പറഞ്ഞു വെക്കാം.
അപ്പം ബേസിക് ആയിട്ട് അവയർനെസിന്റെ തലം എന്ന് പറഞ്ഞാല് എന്ത് പ്രശ്നമായിരുന്നാലും ഞാൻ ഇതിന്റെ മുന്നേ ഫസ്റ്റ് സെഷൻ മുതൽ പറയുന്നുണ്ട്, ഇയാൻ ഗൗളറെ പോലെയുള്ള മയോ ക്ലിനിക്കുകളിൽ നിന്ന് പോലും, മയോ ക്ലിനിക്ക് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും, കേരളത്തിലെ നമ്മുടെ രാഷ്ട്രീയക്കാരടക്കം ചികിത്സയ്ക്ക് വേണ്ടി അങ്ങട്ടാ പോവാറ്, ഇവിടെയുള്ള സ്ഥാപനങ്ങളിലല്ല പോവാറ്. അവിടെ നിന്നടക്കം പുറത്ത് തള്ളിയിട്ടുള്ള കേസുകൾ, അത് 4th സ്റ്റേജ് ക്യാൻസർ ആയിരിക്കാം, സ്ട്രോക്ക്, പക്ഷാഘാതം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ആ സംഭവങ്ങളായിരിക്കും. അതിൽ നിന്നെല്ലാം ആളുകൾ തിരിച്ചു വന്നത് അവരുടെ ഒന്നാമത്തെ കാരണം അവരുടെ അവയർനെസ് ആയിരുന്നു. അവര് റെഡി ആയിരുന്നു ഇതിൽ വിശ്വസിക്കാൻ, ആത്മാർത്ഥമായിട്ട് മനസ്സിൽ ഇത് വിശ്വസിക്കാൻ. അപ്പൊ പലപ്പോഴും ഈ അസുഖങ്ങൾ മാറും എന്ന് പറയുമ്പം ആളുകൾക്ക് ഡൗട്ടാണ്, എങ്ങനെ മാറാനാ, അതിന്റെ നെർവസ് സിസ്റ്റം ഇവിടെ കട്ടായിട്ടുണ്ടല്ലോ, അത് അനാറ്റമിക്കലി, ഫിസിയോളജിക്കലി, ബയോളജിക്കലി, ബയോകെമിക്കലി ശരിയല്ലല്ലോ എന്ന് പറയും. നമ്മുടെ ശരീരത്തിനൊരു പവർ ഉണ്ട്. നിങ്ങൾ ഈ പറയുന്ന ബയോകെമിസ്ട്രിയും അനാട്ടമി വരെ മാറ്റാൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ സാധിക്കും. 4th സ്റ്റേജ്, അതും ലങ് ക്യാൻസർ, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. ക്യാൻസറിന്റെ തന്നെ കേസിൽ വൺ ഓഫ് ദ സീരിയസ് കേസാണത്. അദ്ദേഹത്തിന് ഈ അവയർനെസ് കൊണ്ട് ഇയാൻ ഗൗളർക്ക് തിരിച്ചു വരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കേരളത്തിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ, എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള എക്സാമ്പിൾസ് ഉണ്ട്, അത് ഞാൻ പറയാം. തിരിച്ചു വരാൻ പറ്റിയിട്ടുള്ളത് ഈ അവയർനെസ് കൊണ്ടാണ്. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അസുഖങ്ങൾ വന്നു 4-ാം ദിവസം തട്ടിപ്പോയ ആളുകൾ, അതല്ലെങ്കിൽ ജീവിതം പിന്നെ മൊത്തം ദുരിതമായ ആളുകളെ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം, 100-ൽ ഒരാൾക്ക്, അതല്ലെങ്കിൽ 10,000-ൽ ഒരാൾക്ക് വരാവുന്ന കോംപ്ലിക്കേഷൻസിനെ ആലോചിച്ച് നമ്മൾ വിഷമിച്ചിരിക്കുകയാണ്, അതിന് പേടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്നത്. അതിനിപ്പം എക്കണോമിക്കലി എടുത്തു കഴിഞ്ഞാലും, അതേപോലെ തന്നെ ഈ റിലേഷൻസ്, നല്ല റിലേഷൻസ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ഒരു ഹെൽത്തി മൈൻഡ് സെറ്റ് ആയിരിക്കണം. റിലേഷൻസിന്റെ കാര്യത്തിൽ നമുക്ക് പേടികൾ, അനാവശ്യമായിട്ട് നമ്മൾ ചതിക്കപ്പെടുമോ, ഒറ്റക്കായി പോകുമോ എന്നുള്ള പേടികൾ നമ്മുടെ മനസ്സിൽ ഓവറായിട്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് പറ്റില്ല, റിലേഷൻസ് ഹെൽത്തി ആക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. നമുക്ക് എപ്പോഴും പേടിയായിരിക്കും ഒറ്റക്കാവുക എന്നുള്ളത്. നമ്മളപ്പം ഓവറായിട്ട് താഴ്ന്നു കൊടുക്കും. ചില ആളുകൾ ഒരു ബോസി ക്യാരക്ടറിലേക്ക് പോകും, ഓവറായിട്ട് ഭരിക്കാൻ, ടോക്സിക് ആയിട്ട് മാറും. രണ്ടായിരുന്നാലും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇമോഷൻസിനെ ഫ്രീ ആക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെഡിറ്റേഷൻ സെഷൻ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള ഫീഡ്ബാക്സ് ആണ് നമ്മുടെയും എനർജി. എല്ലാവരെയും മ്യൂട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് സംസാരിച്ചു തുടങ്ങാം. ഇമോഷൻസ് ആരൊക്കെ ഉണ്ടെങ്കിൽ ഹലോ സർ. സംസാരിക്കാം. ഓക്കെ ഹലോ സർ, സർ. ആ ഹലോ. പറഞ്ഞോളൂ. ആ സാർ ഇപ്പൊ അവസാനം പറഞ്ഞില്ലേ, എന്റെ പ്രശ്നം അതാണ്. ഒരു എങ്ങനെ? ഒറ്റപ്പെടൽ ഭയങ്കരമായിട്ട് ഫീലിംഗ് ഉണ്ട്. എന്റെ ലൈഫ് അങ്ങനെയാണ്, അതുകൊണ്ടായിരിക്കാം. പിന്നെ എനിക്ക് സൗഹൃദം വളരെ കുറവാണ്. എല്ലാ സൗഹൃദങ്ങളാണെങ്കിലും ഇപ്പൊ അടുത്ത കാലത്തായിട്ട് നഷ്ടപ്പെട്ട അതിൻ്റെ ഒരു സൗഹൃദത്തിന് ആ ഒരു വിഷമവും എല്ലാം കൂടെയാണ് എന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചത്. എനിക്ക് ഭയങ്കര പ്രശ്നമുണ്ട്, അത് ഫീലായിട്ടുണ്ട്. ഇപ്പം റിക്കവർ ചെയ്ത് വരുന്നു 7th ക്ലാസ് കൊണ്ട്. പക്ഷെ എനിക്ക് ഈ ഒറ്റപ്പെടൽ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ ഞാനൊരു സിംഗിളാണ്, അതുകൊണ്ടും കൂടെ ആയിരിക്കാം. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് ഞാൻ തന്നെ പൊട്ടിത്തെറിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എൻ്റെ ഒരു അവസ്ഥ. എനിക്കതൊന്ന് മാറ്റിയെടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. മാറ്റിയെടുക്കാൻ പറ്റും, പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അതിലേ ഇത് ശരിക്കും ഒരു ട്രോമ റെസ്പോൺസ് നമ്മൾ പറയാം.
ട്രോമകൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ട്രോമകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു ഇമോഷൻസ്, ആ ഒരു ചിന്തകൾ നമ്മുടെ മനസ്സിൽ ആഴത്തിലുണ്ടായിരിക്കും. അപ്പൊ അതിനെ ഹീല് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പോസിറ്റീവ് സൈക്കോളജിയിൽ അധികം പറയുക. നിങ്ങളെ ലൈഫിൽ വീണ്ടും പോസിറ്റീവ് കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ ട്രോമയുടെ കാര്യത്തിൽ അങ്ങനെയേ അല്ല. എന്താണോ ട്രോമ ഉണ്ടായത് അതെടുത്ത് ഹീല് ചെയ്ത് ഒഴിവാക്കണം. അത് കംപ്ലീറ്റ്ലി ഹീൽ ചെയ്ത് ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു ബന്ധം, എന്താ പറയാ, ചെങ്ങലൊക്കെ കെട്ടിവെച്ച അവസ്ഥ ഉണ്ടാവില്ലേ? ലൈഫിൽ ഹാപ്പിനെസ് അപ്പുറത്തുണ്ട്, പക്ഷെ നമ്മളിവിടെ ചെങ്ങല കൊണ്ട് കെട്ടിപ്പൂട്ടിയ അവസ്ഥയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. അതിനെ ഓരോന്നിനെ എടുത്ത് നമ്മൾ ഹീല് ചെയ്യുക, ഫോർഗിവ് ചെയ്യുക, സെൽഫ് ലവ് കൊടുക്കുക. ഇതാണ് അതിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കരുത്. സമയമെടുക്കും, നല്ല സമയമെടുക്കും. ചിലർക്ക് മാസങ്ങൾ എടുത്താണ്ടാണ് ഇത് കംപ്ലീറ്റ്ലി ഹീല് ചെയ്ത് പൂർണ്ണമായിട്ടും പോവാം. ബാക്കിയുള്ള പോസിറ്റീവ് സൈക്കോളജി പോലെയല്ല കേട്ടോ, EFT പോലുള്ള തെറാപ്പീസാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി റൂട്ടടക്കാണ് നമ്മൾ എടുത്ത് ഒഴിവാക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കൗൺസിൽ ചെയ്താലും ഒക്കെ അത് ഇപ്പോൾ നിങ്ങളുടെ ഒറ്റപ്പെടൽ അത് യാഥാർത്ഥ്യമല്ല, ലൈഫിൽ നമ്മളെല്ലാവരും ഒറ്റക്കാണ് വന്നത്, ഒറ്റക്കാണ് പോകുന്നത്, അതാണ് പോസിറ്റീവ് സൈക്കോളജിയിൽ നമ്മൾ പറയാം. ഇറ്റ്സ് ഓക്കെ, അത് അംഗീകരിക്കുക. പക്ഷെ അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഈ റൂട്ട് കോസ് ആയിട്ടുള്ള നിങ്ങളുടെ ട്രോമകള് മനസ്സിന്റെ അകത്ത് കിടക്കുന്നുണ്ട്, ഇത് വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. തൽക്കാല ആശ്വാസം കിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തിച്ചാൽ. പക്ഷെ ഇത് റൂട്ടടക്കം നമ്മൾ എടുത്ത് പുറത്തേക്ക് ഒഴിവാക്കിയാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഹീല് ചെയ്യുള്ളൂ. ലൈഫിൽ നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ സ്ഥിരം പറയാറുള്ള ശരിയായിട്ടുള്ള ഹാപ്പിനെസ്സിലേക്കൊക്കെ നമുക്ക് എത്താൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എഗെയിൻ ഞാൻ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. വേറെ ആർക്കും ഡൗട്ട്സ് ഉണ്ടോ? നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീണ്ടും പറയാം. അതേപോലെ തന്നെ മെഡിറ്റേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? യുവർ കമന്റ്സ്. അവിടെ സൗണ്ടുകൾ അവിടെയാണ് വരുന്നത്, ഇങ്ങോട്ടല്ല. ഓക്കെ, ലത കറക്റ്റ്, ക്ലിയർ, മെഡിറ്റേഷൻ ഗുഡ്. ഓക്കെ, വേറെ ആർക്കും സംസാരിക്കാനില്ലല്ലോ? ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. നമുക്കപ്പോൾ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മൾ ഇതിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ രാത്രി ഉറങ്ങുന്നത് വരെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ, ഭയങ്കര വലിയൊരു സിസ്റ്റം അല്ലേ നമ്മുടെ ശരീരം. നമ്മൾ ഇതൊന്നും അല്ല കേട്ടോ പഠിക്കുന്നത്. നമ്മൾ ഈ സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും അല്ല പഠിക്കുന്നത്. എനിക്ക് ചില സമയം ഗ്യാസിന്റെ പ്രശ്നം ഏമ്പക്കം വരാറുണ്ട്. ഇത് അൾസർ ആണോ, ഇത് വായു പുണ്ണുണ്ടോ, ഇത് ഇനി ക്യാൻസർ ആവാൻ സാധ്യതയുണ്ടോ, ഇതൊക്കെയാണ് ആലോചിച്ചിരിക്കുന്നത്. ഇവനിവിടെ രാപ്പകൽ അധ്വാനിച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണവും ചെറിയ ചെറിയ പാർട്ടുകളാക്കി നമ്മുടെ ശരീരത്തിലേക്ക് അയക്കുന്നത്. ഇത് അപ്രിഷിയേറ്റ് ചെയ്യുക, ഇതിൻ്റെ ഒരു നന്ദി പറയുന്നതല്ല നമ്മൾ ചെയ്യുന്നത്. ഇത് എവിടെയും പ്രശ്നമുണ്ടോ നോക്കിക്കൊണ്ടിരിക്കുക അല്ലേ? അത് നമ്മളൊരു സ്വഭാവമാണ്. എല്ലാം ഭംഗിയായിട്ട് ചെയ്താലും എവിടെ എന്താ കുറ്റം കുറവ് അല്ലെ നമ്മൾ നോക്കി നടക്കുക. അതേപോലെ തന്നെയാണ് നമ്മുടെ ആരോഗ്യ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെ പ്രശ്നമില്ലേ അത് നോക്കി, അതാണ് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയൊരു സിസ്റ്റം ഇവിടെ രാപ്പകൽ അധ്വാനിക്കുന്നത് നമ്മൾ മൈൻഡ് ചെയ്യുന്നേ ഇല്ല, കെയർ ചെയ്യുന്നേ ഇല്ല. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്ക് നിർത്താം. താങ്ക് യു ആൾ.